വന്നാലും ന്യൂനപക്ഷത്തിന്റെ ഭാഗത്ത് വന്നാലും ശക്തമായിട്ടുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുത്ത മന്ത്രി എ കെ ശശീന്ദ്രനും അനുകൂലികളും ഒക്ടോബർ 3 മുൻപ് മുഖ്യമന്ത്രിയെ കാണാനാണ് നീക്കം. വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, NCPയിലെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട്, അതായത് മന്ത്രിസ്ഥാനം എന്തായാലും തോമസ് കെ തോമസിന് നൽകും എന്നുള്ളൊരു വിവരം നമുക്ക് അതിലൊരു തീരുമാനമുണ്ടായതിനു ശേഷം ഇനിയിപ്പോൾ എന്തായാലും NCPയുടെ സംസ്ഥാന തലപ്പത്തേക്ക് എത്തുക എന്നുള്ളതാണ് ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ഇതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് തന്നെയായിരിക്കില്ലേ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച? തീർച്ചയായും മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായി മാറിയിരിക്കുന്നു. ഒപ്പം ഇതൊരു ചേരിപ്പോരായി അത് രൂപാന്തരപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ശശീന്ദ്രൻ തൽക്കാലം മന്ത്രിസ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ്. അദ്ദേഹത്തിന് 7ഓളം ജില്ലാ കമ്മിറ്റികളുടെ പിന്തുണയുണ്ട് എന്ന അഭിപ്രായമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം നമുക്ക് എടുത്തു പറയാനുള്ളത്, ഇതുവരെയായും ഇടതുമുന്നണിയിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായോ ഈ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചയോ മന്ത്രിസഭ പുനഃസംഘടനയെക്കുറിച്ചുള്ള ചർച്ചയോ മുന്നോട്ട് വെച്ചിട്ടില്ല. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഇനി നിയമസഭാ സമ്മേളനത്തിനുള്ളത്. അതിൽ ഒക്ടോബർ 3 മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി തോമസ് കെ തോമസും ഒപ്പം PC ചാക്കോയും NCP സംസ്ഥാന അധ്യക്ഷനായ PC ചാക്കോയും തീരുമാനിച്ചിട്ടുള്ളത്. ഇരുവരും അന്ന് മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് ശരത് പവാർ നൽകിയിരിക്കുന്ന, ദേശീയ പ്രസിഡന്റ് നൽകിയിരിക്കുന്ന കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറും. ആ കത്തിനകത്ത് പ്രധാനമായ ഉള്ളടക്കമായി പറയപ്പെടുന്നത് ശശീന്ദ്രനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസിനെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ച് മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുള്ള കത്താണ് നൽകുക. ആ കത്ത് നൽകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ശശീന്ദ്രൻ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി ഇന്ന് കണ്ണൂർ മേഖലയിലാണ് ഉള്ളത്. അവിടെ നിന്ന് നാളെയോടുകൂടി തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ വിവരിക്കുക എന്നതാണ് ശശീന്ദ്രൻ്റെ ലക്ഷ്യം. അതല്ലാത്ത പക്ഷം ഒരുപക്ഷെ കണ്ണൂരോ കോഴിക്കോടോ വെച്ച് കാണാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയും NCPയുടെ വിമതപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഒരു നീക്കമാണ് ശശീന്ദ്രൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് കണ്ടുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തും എന്നാണ് പറയുന്നത്. കാരണം ഇതിനകത്ത് ഒരു കാര്യം പറയുന്നത്, ഈ ഇതുവരെ ഉണ്ടാകാത്ത ഒരു അവകാശവാദം, അതായത് മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് NCPയിൽ നേരത്തെ ഒന്നും തന്നെ ഒരു നിലപാടില്ലായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആണ് മന്ത്രിസ്ഥാനം 2.5 വർഷം വീതം വെച്ച് പങ്കുവയ്ക്കുന്നത് ഉയർന്നു വരികയും അത് ആദ്യഘട്ടത്തിൽ PC ചാക്കോ എതിർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തൊട്ട് പിന്നാലെ ആണ് ഇപ്പോൾ PC ചാക്കോ കൂടി തോമസ് കെ തോമസിനോടൊപ്പം ചേർന്നുകൊണ്ട് മന്ത്രിസഭയിൽ നിന്നും AK ശശീന്ദ്രൻ രാജിവെക്കണം എന്ന അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ചർച്ചകളെല്ലാം തന്നെ NCPയിലെ സംസ്ഥാനത്തിലും ഒപ്പം ദേശീയ നേതൃത്വത്തിലും മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇടതുമുന്നണിയിലോ അല്ലെങ്കിൽ CPMുമായോ മുഖ്യമന്ത്രിയായോ ചർച്ച നടത്തിയിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് 3 NCP നേതാക്കന്മാർ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ആ ദിവസത്തിന് തൊട്ട് മുമ്പേ AK ശശീന്ദ്രൻ മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് തനിക്ക് മന്ത്രിസഭയിൽ തുടരാൻ താല്പര്യമുണ്ടെന്നും അദ്ദേഹം അറിയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, ദേശീയ തലത്തിൽ കോൺഗ്രസുമായി NCP സഖ്യം ചേർന്നുകൊണ്ട് കോൺഗ്രസ് ലയിക്കുന്നതിന് വേണ്ടി ഒരു നീക്കം ശരത് പവാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴേക്കും കേരളത്തിൽ NCPയിലൊരു മന്ത്രി കോൺഗ്രസ് മന്ത്രിയാണ് തരത്തിലേക്ക് മാറും. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും AK ശശീന്ദ്രൻ മുഖ്യമന്ത്രിയെ കാണുക. ആ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. അതേസമയം മുഖ്യമന്ത്രിക്ക് AK ശശീന്ദ്രനെ തള്ളിപ്പറയാൻ ഇപ്പോൾ താല്പര്യമില്ല. കാരണം ശശീന്ദ്രനോട് അത്രയും ഒരു അടുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും CPMൻ്റെയും നിലപാടുകളായിരിക്കും അന്തിമം. ഒക്ടോബർ 4 നിയമസഭാ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് എങ്കിൽ പോലും അതിനിടയിൽ ഒരു ചർച്ച നടത്തിയാൽ തന്നെയും ഒരു മന്ത്രിസഭാ പുനഃസംഘടനയോ ഒരു സത്യപ്രതിജ്ഞയോ പിന്നീട് നടക്കില്ല. 19 വരെയാണ് നിയമസഭാ സമ്മേളനം. അതിനുശേഷമായിരിക്കും പിന്നീട് ഇടതുമുന്നണി യോഗം ചേരുകയും ഒപ്പം മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാവുകയും ചെയ്യുക. എന്നാൽ മന്ത്രിസഭയിൽ നിന്നും AK ശശീന്ദ്രനെ ഒഴിവാക്കുന്നതിനോട് CPIക്കും ചില ഘടകകക്ഷികൾക്കും ഒന്നും തന്നെ താല്പര്യമില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ ശശീന്ദ്രനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ സമയത്തേക്ക് LJD മന്ത്രിസഭയിലേക്കുള്ള അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് അവരെ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള അവകാശവാദം ഉന്നയിച്ച് കടന്നു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി വളരെ കൃത്യമായി ഒരു നിലപാടെടുക്കുന്നത് വളരെയധികം ആലോചിച്ചും ചർച്ചകൾക്ക് ശേഷവുമായിരിക്കും. ബിനോയ്, മറ്റൊരു സാധ്യത കൂടി ഇതിൽ കാണുന്നില്ലേ? അതായത് അത്ര എളുപ്പത്തിലൊന്നും മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു കൊടുക്കില്ല എന്ന് AK ശശീന്ദ്രൻ പറയുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് തോമസ് കെ തോമസിനെ നോക്കുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളൊരു നിലപാടിൽ നിൽക്കുന്നു. LJD ആണെങ്കിൽ മറ്റൊരു വശത്ത് സാധ്യതയുണ്ടോ എന്ന് നോക്കി തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ
ഏതെങ്കിലും തരത്തിലൊരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? ഒരുപക്ഷെ പിണറായി വിജയനെ കാണുന്ന പക്ഷം ശശീന്ദ്രൻ തന്നെ മതി മന്ത്രി എന്നൊരു നിലപാടിലേക്ക് എത്തുകയാണെങ്കിൽ പിളർപ്പിലേക്കുള്ള സാധ്യതകൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? നമുക്ക് അങ്ങനെ അനുമാനിക്കാൻ സാധിക്കുമോ ഈ ഒരു ഘട്ടത്തിൽ? മുന്നണി മര്യാദ അനുസരിച്ചുകൊണ്ട് ഒരു പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഒരാളിനെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിച്ച് മറ്റൊരാളിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണം എന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിക്കഴിഞ്ഞാൽ അത് അംഗീകരിക്കുകയാണ് മുന്നണി മര്യാദ അല്ലെങ്കിൽ മുന്നണിയുടെ രീതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാനാകില്ല. AK ശശീന്ദ്രനോട് രാജിവെക്കാൻ ആവശ്യപ്പെടണം, തോമസ് കെ തോമസിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണം. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാര്യങ്ങൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത്, ഒരു മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് ഇടതുമുന്നണിയിലേക്ക് ഈ വിഷയം ഇതുവരെയായും വന്നിട്ടില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ താല്പര്യമാണ് മന്ത്രിസ്ഥാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ അനുനയിപ്പിച്ച് തോമസ് കെ തോമസിനെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു നീക്കം PC ചാക്കോയുടെ പക്ഷത്ത് നിന്ന് നടത്താൻ പോകുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അതേസമയം ശശീന്ദ്രന് മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശശീന്ദ്രൻ ഒരു എതിർചേരിയായി മാറി നിൽക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ശശീന്ദ്രനോടൊപ്പം 7 ജില്ലാ കമ്മിറ്റികൾ പിന്തുണയുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത്ര ഒന്നും ഇല്ല എന്നാണ് എതിർപക്ഷം പറയുന്നത്. 4 ജില്ലാ പ്രസിഡന്റുമാർ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും NCPയെ സംബന്ധിച്ചോളം സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള വേരോട്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല. ഒരു ഘടകകക്ഷിയായി നിന്ന് മത്സരിച്ച് ജയിക്കുന്നു എന്നുള്ളൊരു പ്രാധാന്യം മാത്രമാണ് NCPക്കുള്ളത്. ഇനി 2 ആയാലും 4 ആയാലും ശരി തന്നെ NCPക്ക് വിജയിക്കണമെങ്കിൽ ഇടതുമുന്നണിയുടെ പൂർണ്ണ തോതിലുള്ള പിന്തുണ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അവസാന വാക്ക് ഇടതുമുന്നണിയിലെ ചർച്ചകളും അതിനുശേഷം ഉയർന്നു വരുന്ന തീരുമാനങ്ങളുമാണ്. നിലവിൽ ഇതുവരെയായും ഇടതുമുന്നണി യോഗം എന്ന് ചേരുമെന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇടതുമുന്നണിയിൽ നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ തൽക്കാലം മന്ത്രിസഭാ പുനഃസംഘടനയോ ഒപ്പം തോമസ് കെ തോമസിന്റെ മന്ത്രിസഭയിലേക്കുള്ള പ്രവേശനമോ ഉടനെ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അത് നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. ശരി, വ്യക്തമാണ് ബിനോയ്. എന്തായാലും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച അതിന് കാത്തിരിക്കുകയാണ് AK ശശീന്ദ്രൻ. എന്തായാലും മുഖ്യമന്ത്രി കൈവിടില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ഒക്ടോബർ 3-ന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയെ കാണാനാണ് നീക്കം. നിലവിലെ ശശീന്ദ്രന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിലൊന്നും താൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു കൊടുക്കില്ല എന്നുള്ളൊരു നിലപാടിൽ നിൽക്കുകയാണ് ശശീന്ദ്രൻ. എന്തായാലും 3-ന് മുൻപ് തന്നെ ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതേസമയം ഒരു പുനഃസംഘടന, മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന അത്ര പെട്ടെന്നൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ബിനോയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ഇടവേള.